MBC 19 വർഷ ധ്യാനത്തിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് കർമ്മല കുസുമം അഥവാ കർമ്മല പുഷ്പം കാവ്യദീപിക എന്ന ഒരു ചിന്തയാണ്. കവിതാദീപിക എന്ന വാക്ക് കർമ്മലകുസുമം മാസികയുടെ ആദ്യ ലക്കത്തിൽ ആരെയും ശ്രദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ദീപിക എന്ന് പറഞ്ഞാൽ ദീപ്തി നൽകുന്ന ഒരു മാധ്യമം എന്നർത്ഥം. വിളക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്തിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാരൂപയുടെ വെട്ടം പകരുന്ന വിളക്ക്. കാലോചിതമായ ചിന്തകൾ, വിചാരങ്ങൾ ഇവയൊക്കെയും സമൂഹത്തെ വളർത്തിക്കൊണ്ടേയിരിക്കും. വിവിധ ചിന്തകളുടെ പശ്ചാത്തലത്തിലാണ് ധ്യാനം എന്ന ആശയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ധ്യാനം എന്നത് ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ 1-2 മിനിറ്റ് കൊണ്ടോ ആരംഭിക്കേണ്ടതും അവസാനിക്കേണ്ടതുമായ ഒരു വസ്തുതയല്ല. മറിച്ച് അത് നിരന്തരമായ ഒരു ജീവിതത്തെ മാത്രം ചുറ്റിപ്പറ്റി ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിലനിൽക്കേണ്ട യാഥാർത്ഥ്യവുമല്ല. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ആരംഭിക്കപ്പെടുന്ന ധ്യാനം അത് യുഗങ്ങളോളം തുടരേണ്ട ഒരു പ്രക്രിയയാണ്. നിത്യതയോളം നീളേണ്ട ഒരു വസ്തുത. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 19 വർഷ ധ്യാനം എന്ന ആശയം ഇവിടെ ഉടലെടുക്കുന്നത്. 19 വർഷ ധ്യാനം 19 വർഷം കൊണ്ട് തീരുവാനായിട്ടുള്ളതല്ല. 50 വർഷം എന്ന് നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ അത് ഏതാനും കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. 70 പ്രാവശ്യം എന്ന് കർത്താവ് പറയുമ്പോൾ അത് അനന്തമായൊരു സംഖ്യയുടെ സൂചന നൽകുന്നു. ഇவ்விധത്തിലുള്ള ചിന്താധാരകളുടെ പശ്ചാത്തലത്തിൽ വേണം കവിതാദീപിക ധ്യാനം എന്ന വാക്കിലെ ധ്യാനത്തിലേക്ക് കടക്കുവാൻ. പലപ്പോഴും ഗദ്യബദ്ധമായ ആശയ സംവേദനം അപൂർണതകളിലേക്ക് നയിക്കും. കുമാരനാശാൻ പറയുന്ന പോലെ തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ, ഇന്ന് ഭാഷയത് അപൂർണമിങ്ങഹോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽ. ഞാനിവിടെ സംസാരിക്കുന്നതും പറയുന്നതും ആര് എവിടെ സംസാരിക്കുന്നതും പറയുന്നതും എല്ലാം മൂന്നാമതൊരുത്തൻ്റെ ചെവികളിലേക്ക് കടക്കുമ്പോൾ, നാലാമതൊരുത്തൻ്റെ മനസ്സിലേക്ക് പകരുമ്പോൾ, അഞ്ചാമതൊരു സമൂഹത്തിൻ്റെ ഭാഗമായി കേൾക്കപ്പെടുമ്പോൾ അവയുടെ യഥാർത്ഥ അർത്ഥതലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം പങ്കുവയ്ക്കപ്പെടുന്നത്, പ്രസരിക്കപ്പെടുന്നത്. ഇത് ഭാഷയുടെ ഒരു അപൂർണതയാണ് എങ്കിൽ കവിത ആ അപൂർണതയെ മൂടുപടമിട്ട് സൂക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ കവിതയുടെ ഉള്ളിൽ രചിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതകളെ വായനക്കാരന് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രാവർത്തികമാക്കുവാനുള്ള അവസരം കവിത നൽകുന്നു. കവിതയിലൂടെ അവതരിപ്പിക്കുന്ന ആശയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, ആശങ്കകൾ ഉണ്ടെങ്കിൽ വ്യാഖ്യാതാവിനും ഭാഷണകാരനും അഥവാ നിരൂപകനും അത് മണ്ഡന വിമർശനമാകാം, ഏതു തരത്തിലുള്ള വിലയിരുത്തലിനും വിധേയമാക്കി സത്യാംശത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അവസരം നൽകപ്പെട്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കാവ്യം ഭാഷയുടെ ആരംഭത്തിൽ, പ്രത്യേകിച്ച് മലയാള ഭാഷയുടെ ആരംഭത്തിൽ കവിതയ്ക്ക് വാദങ്ങളുള്ളതുകൊണ്ട് അത് ഓടിക്കേറിയെന്നും ഗദ്യം പിൽക്കാലത്താണ് രൂപപ്പെട്ടു വന്നതെന്നും അല്ല ഗദ്യത്തിൻ്റെ ആരംഭം ചെപ്പേടുകളിൽ തുടങ്ങി ശാസനങ്ങളിൽ തൊട്ട് കാണാമെന്നും ഒക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ. കവിതയ്ക്ക് അതിൻ്റേതായ ഒരു മർമ്മമുണ്ട്. കവിതയുടെ മർമ്മം എന്ന് പറയുന്നത് വ്യാഖ്യാതാവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, കവിതയിലൂടെ എഴുതപ്പെടുന്ന അപകടങ്ങളെ ഒരു പരിധിവരെയും കാവ്യകർത്താവിന് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ടുള്ള
ഒരു മൂടുപടം കവിത പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരം ചിന്തകളുടെ പശ്ചാത്തലത്തിൽ വേണം മലയാളത്തിലെ കാവ്യവിഷയങ്ങളിലേക്ക് കടക്കുവാൻ. ജാതിപരമായ, വർഗപരമായ, മതപരമായ, രാഷ്ട്രീയപരമായ വേർതിരിവുകൾ അത്രയും മനുഷ്യ സമുദായത്തിൻ്റെ പിന്നോട്ട് വലിക്കലിൻ്റെ കീറാമുട്ടികളാണ് എന്ന സത്യം നമ്മൾ അംഗീകരിച്ചേ തീരൂ. മതത്തിന് മതത്തിൻ്റേതായ സ്വാർത്ഥതയുണ്ട്, സഭയ്ക്ക് സഭയുടേതായ സ്വാർത്ഥതകളുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് കത്തോലിക്ക സഭയുടേതായ സ്വന്തമായ താല്പര്യങ്ങളും ഇംഗിതങ്ങളും ഒക്കെയുണ്ട്. ഇതുപോലെ ഓരോ പ്രസ്ഥാനത്തിനും. പക്ഷേ സത്യവും നിത്യവും തെറ്റില്ലാത്തതുമായ ചിന്തകളും പ്രസ്ഥാനങ്ങളും, അത് തെറ്റില്ലാത്തവനും നിത്യനന്മയും സത്യദൈവവുമായ ദൈവത്തിൻ്റെ തുടർച്ചയായ, ദൈവത്തിൻ്റെ തന്നെ വചനത്തിൻ്റെ ഭാഗമായ വാക്കുകൾക്ക് മാത്രമാണ് എന്ന തിരിച്ചറിവാണ് അവസാനം മനുഷ്യനെ വേദങ്ങളിലേക്ക് മടങ്ങുവാനായിട്ട് സഹായിക്കുന്നത്. വേദങ്ങളിൽ കെട്ടപ്പെടുന്ന ജീവിതം വീണ്ടും അടിമത്തത്തിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവാണ് വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളിലേക്കും ഉപനിഷത്തുകളുടെ ഭാഷ്യങ്ങളിലേക്കുമൊക്കെ മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഭാഷ്യങ്ങളുടെ അവതരണത്തിൽ കവിത തനതായ നിലയിൽ തൻ്റെ സ്വത്വം നിലനിർത്തുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. കാവ്യവിഷയങ്ങളിലൂടെ സംവദിക്കപ്പെടുന്ന ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും വ്യക്തികൾക്ക് തനതായ രീതിയിൽ വ്യാഖ്യാനിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള അവസരം നൽകുമ്പോൾ നാം കവിതയെ മറന്നുള്ള ഒരു ജീവിത വൃത്താന്തം, ജീവിത രീതി, ജീവിതക്രമം രൂപീകരിക്കുന്നുവെങ്കിൽ കഴിഞ്ഞ തലമുറയോട് നമ്മൾ കാണിക്കുന്ന വലിയ ഒരു പോഷകത്തരമായിരിക്കുമെന്ന് അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കവിതാ പഠനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലയാള ഭാഷയുടെ രൂപപരമായ പ്രത്യേകതകളിൽ നിന്ന്, ഭാവപരമായ പ്രത്യേകതകളിൽ നിന്ന് എല്ലാം അകന്നുകൊണ്ട് വളരെ എളുപ്പമെന്നുള്ള ഒരു പോക്കിലേക്ക് ആധുനിക തലമുറ ഓടിക്കയറാറുണ്ട്. അത് കാലോചിതമായി സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. എങ്കിലും അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ കാലങ്ങൾക്ക് ശേഷമെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷമെങ്കിലും തിരിച്ചു കൊണ്ടുവരാതിരിക്കുക സാധ്യമല്ല. അത്തരം ചിന്താതലങ്ങളിൽ വയ്ക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച 1903 അതുപോലെ ദീപികയുടെ ആരംഭ ദിനത്തിൽ ഒക്കെയും സൂചിപ്പിക്കുന്ന കാവ്യപരമായ ആശയങ്ങളെ നാം മറക്കാനിടയാകരുത് എന്നർത്ഥം. പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലേക്ക്, ബൈബിളിൻ്റെ ആരംഭത്തിലേക്ക്, വചനത്തിൻ്റെ ആരംഭത്തിലേക്കൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം കവിതയായിരുന്നു, കാവ്യമായിരുന്നു, കാവ്യരൂപത്തിലായിരുന്നു, അത് ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് പൊട്ടി മുളച്ചതാണ്. ആ ഹൃദയത്തിൻ്റെ അഗാധങ്ങളാകട്ടെ ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, അവിടുത്തെ അടിസ്ഥാന സ്വഭാവമാണ്, ആത്മാവിൻ്റെ അടിസ്ഥാന ശിലയാണ് അത് എന്നൊക്കെ ഗ്രഹിക്കുവാനായിട്ടുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം നമുക്ക് നൽകുന്നത്. MBC തിരുവല്ലത്തിൻ്റെ 19 വർഷ ധ്യാന പരിപാടിയുടെ 2ാം ദിനത്തിലെ ചിന്തകളിൽ ഏതാനും ഭാഗം മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശ്രദ്ധാപൂർവം തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ പ്രയത്നം ദൈവ തിരുവിഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സഭയുടെ സാരഥികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കുറ്റമറ്റ ആ വ്യക്തികൾക്ക്, അതിന് പിന്നിൽ പ്രവർത്തിച്ച് അവരെ ഉയർത്തുവാനായിട്ട് ശ്രദ്ധിച്ച ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ സഭാപിതാക്കന്മാർക്ക്, സഭയിലെ അണികൾക്ക് എല്ലാം നമുക്ക് ദൈവനാമത്തിൽ കൃതജ്ഞത അർപ്പിക്കാം. സഭയിലെ ഓരോ അംഗത്തെയും സഭയിലേക്ക് നയിച്ച് ത്യാഗം ചെയ്ത സഭാംഗങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തദ്ദേശവാസികളെയും കുടുംബങ്ങളെയും കുടുംബ പ്രതിനിധികളെയും ദൈവത്തിനു മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ധ്യാനത്തിൻ്റെ 2ാം ദിന സമർപ്പണ പ്രാർത്ഥനകൾ തുടരാം. എല്ലാവർക്കും നന്ദി, സ്നേഹം.